ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. സോ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ 100K സ്പെഷ്യൽ ഗിവ് അവേ അനൗൺസ്മെൻ്റ് ആണ്. അതെ ഗൈസ്, നമ്മുടെ ഫസ്റ്റും സെക്കൻഡും ഗിവ് അവേ ഒക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദിസ് ഈസ് അവർ തേർഡ് ഗിവ് അവേ. സോ ഈ ഗിവ് അവേയിൽ എങ്ങനെ വിന്നർ ആവാം, എന്താണ് ടിപ്സൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. ബട്ട് അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയാനുണ്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ അല്ലേ, അതെ നമ്മുടെ ജേർണലിംഗ് തന്നെ. യെസ്, ഞാൻ ഇന്ന് മുതൽ ഒരു ഹോബി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. യെസ് ഗൈസ്, ഞാനും കുറച്ച് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ ഹോണസ്റ്റ്ലി പറഞ്ഞാൽ ഞാൻ ഇതുവരെ ജേർണലിംഗ് ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ കമൻറ്റ് സെക്ഷൻ ഫുൾ ജേർണലിങ്ങിനെ കുറിച്ചിട്ടാണ്. ജേർണലിംഗ് കിറ്റിനെ പറ്റിയിട്ടും ജേർണലിംഗ് കിറ്റ് ഗിഫ്റ്റ് തരുമോ, ജേർണലിംഗ് ചെയ്യുമോ, അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ള കമൻറ്റാണ്. അപ്പോൾ അത് കണ്ട് ഞാൻ ഇൻസ്പയർഡായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മുതൽ ഒരു ന്യൂ ഹോബി കൂടെ സ്റ്റാർട്ട് ചെയ്യാം, ജേർണലിംഗ്. ഇത് സത്യം പറഞ്ഞാൽ നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമുക്ക് സ്ട്രെസ് ഫ്രീ ആക്കാൻ പറ്റുന്നൊരു പരിപാടിയാണ് ജേർണലിംഗ് ചെയ്യാന്നുള്ളത്. സോ ഞാൻ ഇന്ന് മുതൽ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളും എൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ബിക്കോസ് ഇതിപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ, ബോറടിച്ച് ഇരിക്കണ്ട, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഒരു പ്രൊഡക്റ്റീവ് മൈൻഡാക്കി മാറ്റാം നമ്മളെ. ഓക്കെ, ഇതിന് ശേഷം ഇനി നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളതല്ലേ. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇന്ന് ഞാനും ഒരു ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. പക്ഷേ ഈ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ തീമും ഈ ഒരു പർപ്പിൾ തീമിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ തീം സെലക്ട് ചെയ്തത് ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടാണ്. യെസ് ഗൈസ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് സെലക്ട് ചെയ്തത്. നിങ്ങളിൽ ഒരാളെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അയാൾ എൻ്റെ ടോപ്പ് കമൻറ്റർ കൂടെയാണ്. ടോപ്പ് കമൻറ്റർ കാര്യം പറഞ്ഞോളാം. നിങ്ങൾക്ക് എങ്ങനെ ടോപ്പ് കമൻറ്റർ ആവാമെന്ന് പറഞ്ഞു തരട്ടെ. ടോപ്പ് കമൻറ്റർ ആവാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിരിക്കണം. അതിലുപരി എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായി കണ്ട് ജെനുവിനായിട്ട് കമൻറ്റ് ഇടുന്ന ആളായിരിക്കണം. എസ്പെഷ്യലി ലോങ് വീഡിയോസൊക്കെ കണ്ട് കമൻറ്റ് ഇടുന്ന ആളായിരിക്കണം. എന്നാൽ നിങ്ങൾക്കും എൻ്റെ ടോപ്പ് കമൻറ്റർ ആവാം. ഇനി ടോപ്പ് കമൻറ്റർ ആയ എന്താ ഉപകാരം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ടിപ്പ്, അതിലൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ടോപ്പ് കമൻറ്റർ ആയാൽ ഗിവ് അവേസൊക്കെ വിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ബാക്കി ടിപ്സ് ഞാൻ പതിയെ പറഞ്ഞു തരാം. അപ്പോൾ ഇയാൾ എൻ്റെ ടോപ്പ് കമൻറ്ററാണ്. അതേപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് മുതലേ ഉള്ള സബ്സ്ക്രൈബേഴ്സിൽ ഒരാളാണ്. അതായത് ഞാൻ തുടങ്ങിയ അന്ന് മുതൽ തന്നെ എനിക്ക് കമൻറ്റ് ഇടുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ അയാൾക്കൊരു ഷൗട്ട് ഔട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ന്യൂ ഹോബി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. സോ ഇന്ന് ഞാൻ ആളെ പേരാണ് ഈ ഒരു ജേർണലിങ്ങിൽ ഇൻക്ലൂഡ് ആക്കാൻ പോകുന്നത്. അപ്പോൾ ആരാണ് ആളെന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഇനി മെയിൻ പാർട്ട് പറയാം. നമ്മുടെ ഗിവ് അവേ ഗിഫ്റ്റ് എന്തൊക്കെയാണ്? യെസ് ഗൈസ്, 10K റുപ്പീസ് ക്യാഷ് പ്രൈസ്, അതും 10 പേർക്ക്. ഇനി ഞാൻ പറയാൻ പോകുന്ന എല്ലാ ഗിഫ്റ്റും 10 പേർക്കുള്ളതാണ്. അതായത് ജേർണലിംഗ് കിറ്റ്, സ്കിൻ കെയർ പ്രോഡക്ട്സ്, ഡ്രസ്സസ്, അതുപോലത്തെ ചോക്ലേറ്റ് ഹാമ്പർ, ഇതെല്ലാം 10 പേർക്ക് വെച്ചിട്ട് ഞാൻ തരാൻ പോവാം. ഏകദേശം ഒരു 50+ വിന്നേഴ്സ് നമുക്ക് ഉണ്ടാവാം. കാരണം ഇനിയും ഞാൻ ഗിഫ്റ്റുകൾ ആഡ് ഓൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി എങ്ങനെ ഗിവ് അവേ വിന്നേഴ്സ് ആവാമെന്നുള്ള ആ ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം. സെക്കൻഡ് വൺ, ഞാനിടുന്ന വീഡിയോസൊക്കെ ജെനുവിനായിട്ട് വാച്ച് ചെയ്തിട്ട് അതിലൊരു കമൻറ്റ് ഇടണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേട്ടോളണം. കാരണം നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്നല്ല വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ 100K അച്ചീവ് ആവുന്ന സമയത്ത് എത്ര വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ടോ അതിൽ റാൻഡംലി ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്നായിരിക്കും നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. 1, 2, 3 വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്നായിരിക്കും, എസ്പെഷ്യലി ലോങ് വീഡിയോസിൻ്റെ. സോ നിങ്ങൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചിട്ട് എല്ലാ വീഡിയോസും കണ്ട് അതിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വീഡിയോസും കണ്ട് മുടങ്ങാതെ കമൻറ്റ് ഇടുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് കമൻറ്റേഴ്സിലെത്തും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചിലപ്പോൾ 10% ടോപ്പ് കമൻറ്റേഴ്സിനും സെലക്ട് ചെയ്യും. ഇനി അതിലും കൂടുതൽ ആൾക്കാർ ടോപ്പ് കമൻറ്റേഴ്സിൽ നിന്നുണ്ടെങ്കിൽ 10 20 ആൾക്കാരൊക്കെ നമ്മൾ ടോപ്പ് കമൻറ്റേഴ്സിൽ നിന്ന് തന്നെയൊക്കെ സെലക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ടോപ്പ് കമൻറ്റർ കൂടെ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇനി എന്നാണ് ഗിവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുക? നമ്മൾ എന്നാണോ 100K അച്ചീവ് ചെയ്യുന്നത് അന്ന് തന്നെ നമ്മൾ ഗിവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യും. നിങ്ങൾക്ക് ലൈവായിട്ട് വന്ന് അനൗൺസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ റെക്കോർഡഡായിട്ടും ചെയ്യും. ഞാൻ അന്നൊരു പോൾ ഇടണ്ട്. അന്ന് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ടൈം ആവട്ടെ അല്ലേ,
കാരണം എനിക്ക് ഈ ഗിഫ്റ്റൊക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് വളരെ എക്സൈറ്റഡ് ആണ്. നിങ്ങളും ഈ ഗിഫ്റ്റൊക്കെ കിട്ടാൻ നല്ല എക്സൈറ്റഡ് ആയിരിക്കും എന്നറിയാം. അപ്പോൾ ഇനി മുതൽ നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഈ ഗിഫ്റ്റൊക്കെ നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു ടോപ്പ് കമൻറ്റർ എന്ന് പറയുന്ന കുട്ടി ഷിൻസിയ എന്നാണ് പേര്. അപ്പോൾ ഞാൻ പേര് ഒരു വട്ടം എഴുതി, പിന്നെ ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് കണ്ടാൽ മനസ്സിലാകും. അത് ചിലപ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിലല്ല, എൻ്റെ കോൺഫിഡൻസ് കാരണമാണ് കേട്ടോ. അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഇനി ഞാൻ പ്രിൻ്റ് എടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, ഇനി എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരിൽ ഞാൻ ജേർണലിങ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ നിങ്ങളുടെ പേരിലൊക്കെ ജേർണലിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും കൂടി ഒന്ന് ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ, ഈ കമൻറ്റ് ബോക്സിൽ നിന്നല്ല ഞാൻ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കമൻറ്റ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഓക്കെ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാ റൂൾസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക, ഞാൻ പിൻ ചെയ്ത് വെക്കാം. Throw off the rules like our shoes.